പേരുകൾ കേട്ടാൽ ചൊറിച്ചിലുണ്ടാകുന്ന സംഘികൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം ഒരു സാധനം വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു ചാനൽ ചർച്ചയിലെ പ്രതികരണമാണ്. ജാനകി വൈസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൻ്റെ പേരിൽ ജാനകി എന്ന് വന്നത് അവർക്ക് വല്ലാത്ത ചൊറിച്ചിലുണ്ടായിട്ടുണ്ട്. ജാനകി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സീതയുടെ പര്യായ പദമാണത്രേ. ലോകത്തെ എല്ലാ വാക്കിനും ഇവരുടേതായിട്ടുള്ള സംഘബുദ്ധികൾ കുറേ പര്യായ പദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പദങ്ങൾ വെച്ചിട്ട് ഇതെല്ലാം ഞങ്ങളെ ദൈവങ്ങളാണ്. അങ്ങനെയുള്ള സംഘികളുടെ കരണക്കുറ്റിക്ക് പിടിച്ചൊരെണ്ണം പുകയ്ക്കും പോലെയാണ് ആ മറുപടി. ആ മറുപടി കേട്ട് കഴിഞ്ഞാൽ സംഘിയാണെങ്കിൽ അപ്പം പോയി ഒരു തുണ്ട് കയറിൽ ആ ജീവൻ ഒടുക്കുന്നതാണ് അന്തസ്. തൊഴിൽ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ, അവരുടെ പേര് സീത എന്നാണെങ്കിൽ നിങ്ങൾ അവർ വെടിവെച്ചുള്ളൂ. RSSകാർക്ക് നേരം വെളുക്കുമ്പോഴല്ല മനുഷ്യർക്ക് നേരം വെളുക്കുന്നത്. ആ മനുഷ്യർ പരശുരാമന്റെ പേരിട്ട വണ്ടിയിൽ മൂത്രമൊഴിക്കുന്നു, കക്കൂസ് പോകുന്നു, തല്ലുകൂടുന്നു, പോക്കറ്റ് അടിക്കുന്നു, തുപ്പുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇനി ആ പേര് മാറ്റാൻ പറ്റുമോ? അമൃത എക്സ്പ്രസ് എന്നാ വേറൊരു വണ്ടിയുടെ പേര്. പരശുരാം എക്സ്പ്രസ് പോകുന്ന വഴി കൂടെ ഇനി നിസാമുദ്ദീൻ എക്സ്പ്രസ് പോകരുതെന്ന് പറയാൻ പറ്റുമോ? വലിയ പ്രശ്നം ഒരു സിംഹത്തിന് സീതയുടെ പേരിട്ടതല്ല. സീത എന്നൊക്കെയുള്ള പേര് എനിക്ക് എന്റെ വീട്ടിൽ പൂച്ചയ്ക്കിടണോ, പട്ടിക്കിടണോ, സിംഹത്തിനിടണോ എന്നൊക്കെ നമ്മളാ തീരുമാനിക്കുന്നത്, അല്ലാതെ RSSകാരല്ല തീരുമാനിക്കുന്നത്. സീത എന്ന് പറയുന്നത് RSSകാരന്റെ പേരുമല്ല. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ് ആനയ്ക്കിടാം, കർണൻ എന്നിടാം, അർജുനൻ എന്നിടാം. അതൊക്കെ അമ്പലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ.